ജീനിയസ് അക്കാഡമി ഒരുക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ദ റേസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ 4ാം ഭാഗമാണ്. Hello dear students, today we are going to discuss next paragraph. Tarun practiced vigorously for 5 days and then promptly met Ram Narayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. നോക്കൂ, തരുൺ വളരെ ആവേശത്തോടെ പ്രാക്ടീസ് ആരംഭിച്ചു. 5 ദിവസം തുടർച്ചയായ 5 ദിവസം വളരെ കാര്യക്ഷമമായ രീതിയിൽ അവൻ പ്രാക്ടീസ് ചെയ്തു. വിഗറസ്ലി എന്നുള്ളൊരു വേർഡ് കാണുന്നുണ്ട്, വിച്ച് മീൻസ് സെലസ്ലി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സെലസ്ലി, അതായത് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് എന്നാണ് അർത്ഥം. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാം നാരായണൻ. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈം എന്നാണ് അർത്ഥം. കൃത്യസമയത്ത് തന്നെ അവന് രാം നാരായണനെ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നത്? ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹി ഗേസ്ഡ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. അങ്ങനെ അവൻ ആ പാർട്ടിസിപ്പേഷൻ കാർഡിലേക്ക് നോക്കിയപ്പം, ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അർത്ഥം. നോക്കിയപ്പോഴേ അവൻ്റെ പേര് കണ്ടു. അത് വളരെ സന്തോഷം തോന്നി. ബോൾഡ് എന്ന് പറഞ്ഞാൽ ധീരമായ, ബോൾഡ്ലി ധീരമായിക്കൊണ്ട്. ഇറ്റ് മീൻസ് സോ മച്ച് ടു ഹിം. ഇത് അവന് വളരെ സന്തോഷം നൽകിയിരുന്നു. ഹവർ ഹാർഡ്, എത്ര കഠിനമായിരുന്നാലും, ഐ മസ്റ്റ് വിൻ ദിസ് റേസ്, ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചു. തോട്ട് ഹി, അവൻ ചിന്തിച്ചു. ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. തൻ്റെ അച്ഛന് താനൊരു യൂസ്ലെസ് ആണ് എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. ഞാനൊരു മികച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ കഴിവുള്ളവനാണ് എന്ന് എൻ്റെ ഫാദറിനെ ബോധ്യപ്പെടുത്തണം എന്നാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. 11th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വൈ ഡിഡ് തരുൺ റിയലി വാണ്ട് ടു വിൻ ദ റേസ്? എന്തുകൊണ്ടാണ് തരുൺ മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ചത്? ആൻസർ ഈസ് വെരി സിമ്പിൾ. പ്ലീസ് ലിസൺ ദ പാരഗ്രാഫ്. ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ദാറ്റ് ഈസ് വൈ ഹി വാണ്ട്സ് ടു വിൻ ദ റേസ് which is going to happening in Nehru Stadium on Children's Day. അപ്പോൾ നോക്കൂ, കൃത്യമായിട്ട് അവൻ ആ മത്സരത്തിൽ വിജയിക്കുന്നതിലൂടെ തൻ്റെ അച്ഛന് തൻ്റെ മേലിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാവും എന്നവൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് വാസ് 14th November. Bowing low for the blessing of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office, where a signboard read, "Participants only." With his heart beating fast every second, inside there were about 50 participants waiting for the race to begin. അങ്ങനെ November 14th അവൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി. ബോവിങ് എന്ന് പറഞ്ഞാൽ തലകുനിക്കുക എന്നർത്ഥം. ടു ഗെറ്റ് ദ ബ്ലസ്, അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. എന്നിട്ട് അവൻ സൈക്കിളിൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ്. അവിടെ വളരെ വലിയ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. തരുൺ എൻറ്റേർഡ് ദ ഓഫീസ്. തരുൺ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോയി. വേർ, അവിടെ. എ സൈൻ ബോർഡ് റീഡ്. അവിടെ ഒരു സൈൻ ബോർഡ് കാണപ്പെട്ടു. എന്താണ് ആ സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? പാർട്ടിസിപ്പൻസ് ഓൺലി. അവിടേക്ക്
പ്രവേശിക്കാൻ പറ്റുന്നത് പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. വിത്ത് ഈസ് ഹാർട്ട് ബീറ്റിംഗ് ഫോസ്റ്റർ വെരി സെക്കൻഡ്. ഓരോ നിമിഷവും അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഇൻസൈഡ്, അകത്ത്, there were about 50 participants waiting for the race to begin. മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന 50ഓളം മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ നെക്സ്റ്റ് പാരഗ്രാഫ്. He felt someone patting him on the shoulders. Hello Tarun, it was Ram Narayan. All the best, he said affectionately. അങ്ങനെ തരുണിൻ്റെ അടുത്ത് വന്നുകൊണ്ട് രാംനാരായൺ അവൻ്റെ പുറത്തൊന്നിങ്ങനെ കൊട്ടി, നല്ല ഒരു പ്രചോദനം കൊടുത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വളരെ വാത്സല്യത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് പോയി. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം. തിരിച്ച് തരുൺ ഒരു പുഞ്ചിരിയിൽ മാത്രം അവൻ്റെ സംസാരം ഒതുക്കി. ഡിഡ് നോട്ട് സേ വേർഡ്, ഒരു വാക്ക് പോലും അവൻ ഉച്ചരിച്ചില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. കാൽ മുതൽ തല വരെ അടിമുടി ഭയം അവനെ പിടികൂടിയിരുന്നു. മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. Every face glittered with the hope of winning the race. Each one of them had his family and friends in the stands to cheer for him. To his amazement, Tarun caught sight of his mother in the stands. The fear in his eyes gave way to confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race. In the lead was the fastest of them all, Tarun. See himself head of everybody. Tarun felt very proud of himself. നോക്കൂ, പാരഗ്രാഫ് പറയുന്നത് ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ഒരുമിച്ച് അങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു. എവരി ഫേസ് ഗ്ലിറ്റേർഡ്. എല്ലാവരുടെയും മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിംഗ് ദ റേസ്. ആ മത്സരത്തിൽ വിജയിക്കും എന്ന പ്രതീക്ഷയോടെ. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്കും കൂടെ അവരുടെ ഫാമിലിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നു. ഇൻ ദ സ്റ്റാൻഡ്സ്, അവിടെ പുറത്ത് ഗാലറിയിൽ. ടു ചിയർ ഫോർ ഹിം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ട കരഘോഷം കൊടുക്കാൻ അല്ലെങ്കിൽ പ്രചോദനം കൊടുക്കാൻ. ടു ഹിസ് അമേസ്മെൻറ്റ്. എന്നാൽ അവന് ചെറിയൊരു സർപ്രൈസ് കിട്ടി, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രതീക്ഷ കിട്ടി. അമേസ്മെൻറ്റ്, ആശ്ചര്യം. തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. ആരുണ്ടായിരുന്നു ആ ഗാലറിയിൽ? തരുണിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നോക്കി നോക്കൂ, എത്ര ഹാപ്പി ആയിരിക്കും അവന്. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി എന്ന് പറഞ്ഞാൽ ഭയമുണ്ടായിരുന്നു. ആ ഭയം മാറിയിട്ട് പ്രതീക്ഷയുടെ കിരണങ്ങൾ അവൻ്റെ കൺകളിലൂടെ കാണാൻ സാധ്യമായി. ദ വിസിൽ ബ്ലൂ ബ്ലൂ എന്ന് പറഞ്ഞാൽ വിസിലടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദെയർ മൈറ്റ് മീൻസ് പവർ. അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും അവരുടെ ആരോഗ്യം, ശക്തി ഉപയോഗിച്ച് ഓട്ടം തുടങ്ങി. ദേ വർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. എല്ലാവരുടെയും മനസ്സിൽ എന്താണ് ആഗ്രഹം? ഈ മത്സരത്തിൽ വിജയിക്കണമെന്നാണ് ഓരോ മത്സരാർത്ഥിയുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഇൻ ദ ലീഡ്സ് വാസ് ദ ഫസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ, തരുൺ. ഈ ഓട്ട മത്സരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ, ഫസ്റ്റ് ഘട്ടത്തിൽ മുൻപന്തിയിൽ ആരായിരുന്നു? തരുണായിരുന്നു. സീം ഹിംസെൽഫ് ഹെഡ് ഓഫ് എവരിബഡി. എല്ലാവരുടെയും മുന്നിൽ താനാണ് എന്ന് തരുൺ മനസ്സിലാക്കിയപ്പോൾ തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. തനിക്ക് വല്ലാത്ത ഒരു അഭിമാനമാണ് അനുഭവപ്പെട്ടത്. തരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് വല്ലാത്ത ഒരു അഭിമാനം തോന്നി, വല്ലാത്തൊരു കോൺഫിഡൻസാണ് അവന് അനുഭവപ്പെട്ടത്. 12th ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. വാട്ട് മെയ്ഡ് ഹിം പ്രൗഡ്? തരുണിന് നല്ല കോൺഫിഡൻസ് വന്നു, അല്ലെങ്കിൽ വലിയ ഒരു അഭിമാനം തോന്നി. എന്താണ് അഭിമാനം തോന്നാൻ കാരണം? സീം ഹിംസെൽഫ് ഹെഡ് ഓഫ് ആൾ കോമ്പറ്റേറ്റേഴ്സ്. എല്ലാ മത്സരാർത്ഥികൾക്കും മുൻപിൽ അവനായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. തരുണിന് എന്ത് അനുഭവപ്പെട്ടു? വളരെയേറെ സന്തോഷവും അഭിമാനവും അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് പാരഗ്രാഫ്.
On the track there was a shallow path. As he was running fast, Tarun did not notice that and he slipped. നോക്കി നോക്കൂ, അവൻ ഓടുന്ന ട്രാക്കിൽ ഷാളോ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പാത ഉണ്ടായിരുന്നു. ഷാളോ എന്ന് പറഞ്ഞാൽ ഡീപ്പ് എന്നുള്ളതിൻ്റെ വിപരീത പദമാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴമുള്ള, ഷാളോ എന്ന് പറഞ്ഞാൽ അധികം ആഴമില്ലാത്ത ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴി അല്ലെങ്കിൽ ഒരു പാത ഉണ്ടായിരുന്നു. As he was running fast, അവൻ വേഗതയിൽ ഓടാൻ തുടങ്ങിയപ്പോൾ തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്ഡ്. അപ്പോൾ അതവൻ കണ്ടില്ല, അവൻ അവിടെ വീണു. നോക്കി നോക്കൂ, അവൻ എത്ര സങ്കടമുണ്ടായിരിക്കും. ബ്രീത്തിങ് ഫാസ്റ്റ്, വളരെ വലിയ തോതിൽ തന്നെ ശ്വാസം അവനിങ്ങനെ വലിച്ചു വിടുന്നുണ്ടായിരുന്നു. ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. മറ്റു കുട്ടികൾ അവനെ കടന്നു പോകുന്നതായിട്ട് അവൻ കണ്ടു. ഹി കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ. ഇന്നത്തെ മത്സരത്തിൽ തോൽക്കുക എന്നുള്ളത് അവന് അംഗീകരിക്കാൻ സാധ്യമല്ല. ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ഒരു നിമിഷം പോലും പാഴാക്കാതെ ഹി ഗോട്ട് അപ്പ്, അവൻ എഴുന്നേറ്റു. ടു റൺ വൺസ് മോർ, ഒരിക്കൽ കൂടി ഓടാൻ തുടങ്ങി. ബീങ് ക്വിക്ക്, നേരത്തെ ഉള്ളതിനേക്കാളും വേഗതയിൽ. തരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് അറ്റ് ഓഫ് ഹിം. അവൻ്റെ മുൻപിൽ ഓടിയിരുന്ന കുട്ടികൾ അവൻ മറികടന്നു. ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ്, പക്ഷെ വിധി എന്താ ചെയ്യണമെന്നറിയില്ല. ഹീ സ്ലിപ്ഡ് വൺസ് അഗെയിൻ, വീണ്ടും അവൻ വീണു. വിധി അവൻക്ക് എതിരായിരിക്കാം ഒരു പക്ഷേ, വീണ്ടും അവൻ വീണു. ഇതാണ് ഉണ്ടായത്. നെക്സ്റ്റ് പാരഗ്രാഫ്. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? എന്താണ് തരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്, സഹിക്കാൻ പറ്റുന്നില്ല അവനിത്. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ്, അവൻ ആ ജനക്കൂട്ടത്തിലേക്ക് നോക്കി. ആൻഡ് സോ ഹിസ് മദർ, അപ്പോൾ അവൻ്റെ അമ്മയെ കണ്ടു. ഷീ വാസ് സെയിങ് സംതിങ് ടു ഹിം. അമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. കുട്ടി എണീറ്റ് ഓടൂ എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. ഇനി അതിലെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. 13th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇഫ് യു വേർ തരുൺ, വുഡ് യു ഫിനിഷ് ദ റേസ് ഓർ ഗീവ് ഇറ്റ് അപ്പ്? നിങ്ങൾ തരുണാണെങ്കിൽ നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് പിന്തിരിയുമോ, അതോ നിങ്ങൾ ആ മത്സരത്തിൽ തുടരുമോ? വൈ, എന്തുകൊണ്ട്? നിങ്ങൾ ഇടയ്ക്ക് വെച്ച് വീണപ്പോൾ തരുൺ വീണ്ടും എണീറ്റ് ഓടാൻ ശ്രമിച്ച അവൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്കായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ മത്സരത്തിൽ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് പോരുമായിരുന്നോ? ആ മത്സരം ഉപേക്ഷിച്ച് തിരിച്ചു പോരുമായിരുന്നോ എന്നതാണ് ചോദ്യം. വൈ, എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആൻസറായിട്ട് പറയാം, ഐ വുഡ് മേ ബി ഗീവ് അപ്പ് ദ കോമ്പറ്റീഷൻ. ഞാൻ ഈ മത്സരം ഒരു പക്ഷേ ഉപേക്ഷിച്ചേനെ. ബിക്കോസ് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ആസ് ദ ബോയ്. ഞാൻ ഈ കുട്ടിയെ പോലെ അത്ര കോൺഫിഡൻ്റ് അല്ല. അതല്ല, നിങ്ങൾക്ക് ആൻസർ മറ്റൊരു രീതിയിൽ പറയാം. ഐ വുഡ് നെവർ ബി ഗിവൺ അപ്പ് ദ ഗെയിം ബിക്കോസ് ഐ വാണ്ട് ടു വിൻ ദ റേസ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇത് നമുക്ക് കുട്ടികൾക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് യെസ് ഐ വിൽ കണ്ടിന്യൂ ദ ഗെയിം. ഇഫ് ഐ വേർ ദർ ഐ വുഡ് കണ്ടിന്യൂ ദ ഗെയിം. ഐ വുഡ് റൺ ദ ഗെയിം ടു വിൻ ദ ഗെയിം. ഞാൻ ആ മത്സരം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് തുടരുമായിരുന്നു. അതല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഇവിടെ പ്രോപ്പറായിട്ട് പറയുമ്പോൾ ഐ വുഡ് മേ ബി given up the game or the race because I'm not confident as the boy Tarun. Okay? ഇനി 14th ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. Do you think the presence of his mother and Ramnaran helped Tarun in finishing the race? Give reasons. ഇവിടെ തരുണിൻ്റെ അമ്മയും അതുപോലെ രാംനാരായണനൊക്കെ അവന് വളരെ പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ പ്രതീക്ഷകൾ അവന് ഗുണം ചെയ്യുന്നുമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഡു യു തിങ്ക് ദ പ്രസൻസ് ഓഫ് ഹിസ് മദർ ആൻഡ് രാംനാരായൺ ഹെൽപ്ഡ് തരുൺ ഇൻ ഫിനിഷിംഗ് ദ റേസ്? ഈ മത്സരം ഫിനിഷ് ചെയ്യുന്നതിന് അവനെ സ്വന്തം അമ്മയും അതുപോലെ തന്നെ രാംനാരായൺ എന്ന് പറയുന്ന അവൻ്റെ മോട്ടിവേറ്ററും അത് പിന്നെ അവന് വലിയൊരു പ്രചോദനം നൽകുന്നുണ്ടോ? അമ്മയുടെയും അതുപോലെ രാംനാരായണൻ്റെയും സാന്നിധ്യം തരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും പറയാം ഷുവർ, ബിക്കോസ് എവറി ടൈം ഹീ സ്ലിപ്ഡ് രാംനാരായൺ ആൻഡ് മദർ എൻകറേജ്ഡ് ഹിം. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Tarun got up once again. He was among the last few, but he did not give up. Once more, he overtook some children, since he was fretting a little too much.
he fell a third time. Tears were rolling down his cheeks. How will he get into Ramnaran's training now? How will he prove to his parents that he was talented? He was the last kid on the track now. He turned his eyes towards the stands. നോക്കൂ, ഈ പാരഗ്രാഫിൽ പറയുന്നു, തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓടുന്നതിനിടയ്ക്ക് അവനൊന്ന് വീണുപോയി. അവൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ഓടാൻ തുടങ്ങി. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. ഇപ്പോൾ അവൻ ഏറെക്കുറെ പുറകിലായിട്ടുണ്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. എന്ന് വെച്ച് അവൻ മത്സരം ഉപേക്ഷിച്ചില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. വീണ്ടും അവൻ ചില കുട്ടികളെ മറികടന്നു. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്. പക്ഷേ അവന് ചെറിയ വിഷമമുണ്ടായിരുന്നു മനസ്സിൽ. ഈ ഫെൽ എ തേർഡ് ടൈം. കാരണം എന്താണ്? അവൻ മൂന്നാമതും വീണു എന്നുള്ളതാണ്. ടിയേഴ്സ് വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി താഴേക്കൊഴുകി. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? എങ്ങനെയാണ് രാംനാരായണൻ്റെ ക്ലാസ് അല്ലെങ്കിൽ പരിശീലനം ഇനി എനിക്ക് കിട്ടുക എന്ന ഒരു ബോധം അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? താൻ ഒരു പ്രതിഭയാണ്, കഴിവുള്ളവനാണ് എന്ന് തൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക എന്നതും അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോഴേ ഏറ്റവും പുറകിൽ അവനായിരുന്നു. ഈ ടേൺഡ് ഹിസ് ഐസ് ടുവേഴ്സ് ദ സ്റ്റാൻഡ്സ്. അപ്പോഴവനെ വശങ്ങളിലേക്ക് നോക്കുന്നു. ഹി ടേൺഡ് ഹിസ് ഐസ് ടുവേഴ്സ് ദ സ്റ്റാൻഡ്സ്, അതായത് അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ഗാലറിയിലേക്കും മറ്റും നോക്കുന്നു. അവനെ വളരെ നിരാശാജനകമായിട്ടാണ് അപ്പോഴും നോക്കുന്നത്. ദെൻ ഹി ഹേർഡ് രാംനാരായൺ സ്ക്രീമിംഗ് ഫ്രം സംവെയർ, കമോൺ തരുൺ റൺ. രാംനാരായണൻ അവിടെ നിന്ന് ഉറക്കെ ഉച്ചത്തിൽ സ്ക്രീമിംഗ് അട്ടഹസിക്കുന്നുണ്ടായിരുന്നു, ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, കുട്ടി എണീറ്റ് ഓടൂ എന്ന്. അത് വലിയ ഒരു പ്രത്യാശയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എറ്റ് ദ ടൈം. മൂന്നാമത് വീണ്ടും അവൻ എണീക്കുന്നു. ദീസ് 12-year-old ഡിറ്റർമൈൻഡ് ബോയ്, 12 വയസ്സുള്ള ഈ ചെറുപ്പം കുട്ടി, ഹു വാസ് ലാസ്റ്റ് ഓൺ ദ ട്രാക്ക്, ഗോട്ട് അപ്പ് ആൻഡ് റാൻ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്. അവൻ്റെ പരിപൂർണമായ ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവൻ ഓടി. ദ ക്രൗഡ് വാസ് ചിയറിംഗ് ഫോർ പവൻ. പവൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ജനക്കൂട്ടം അവിടെ വലിയ ആരവമുണ്ടാക്കിയത്. ദ ബോയ് ഹൂ ഹാഡ് വൺ ദ റേസ്. ആരാണ് പവൻ എന്ന് പറയുന്നത്? അവൻ മത്സരത്തിൽ വിജയിച്ച കുട്ടിയാണ്, ഈ മത്സരത്തിൻ്റെ വിന്നറാണ്. ബട്ട് ടു തരുൺ സർപ്രൈസ്. പക്ഷെ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, തരുണിന് വളരെയേറെ ഒരു സർപ്രൈസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ദർ വാസ് എ ലൗഡർ അപ്ലോസ്. വലിയ ആരവത്തോട് കൂടിയിട്ടുള്ളൊരു കയ്യടി അവൻ കേട്ടു. വെൻ ഹി ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ്. ഏകദേശം അതിൻ്റെ ആ ഫോട്ടോ ഫിനിഷ്, ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ടൈം എത്തിയപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദ ഓഡിയൻസ് ചിയേർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ. എന്തിനാണ് ഓഡിയൻസ് ഇങ്ങനെ കൈയടിക്കുന്നത്? അവൻ്റെ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ആ 12 വയസ്സുള്ള കുട്ടി കാണിച്ച ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടുള്ള കയ്യടിയായിരുന്നു അത്. ആൻഡ് ഹിസ് വെയിലർ, അവൻ്റെ ധൈര്യം, ഫോർ നെവർ ഗിവിങ് അപ്പ്, ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവൻ്റെ ആ ഒരു മനോഭാവം, ധൈര്യം, ഇതിനുള്ള കയ്യടിയായിരുന്നു. ഹി ബോൾ ഹിസ് ഹെഡ് വിത്ത് ഷെയിം ആൻഡ് സെഡ് ടു രാംനാരായൺ, ഐ എം സോറി സർ, ഐ ലോസ്റ്റ്. അവൻ വളരെ വിഷമത്തോടു കൂടിയും നാണക്കേടോടു കൂടിയും രാംനാരായണൻ്റെ മുൻപിൽ പോയിട്ട്, ഞാൻ തോറ്റു സാർ എന്ന് പറഞ്ഞു. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. നീയാണ് വിജയിച്ചിരിക്കുന്നത്, നീയാണ് ജേതാവ്, നീ ജീവിതത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു കുട്ടി എന്ന് രാംനാരായൺ പറയുന്നു. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. നീ എപ്പോഴൊക്കെ വീണോ അപ്പോഴൊക്കെ നീ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഓടാൻ ശ്രമിച്ചില്ലേ? നീ അങ്ങനെ ഓടാൻ ശ്രമിച്ചല്ലോ. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയി എന്ന് പറയുന്നത്. നീ ഹീറോയാണ്. യു ആർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നാളെ തന്നെ നിൻ്റെ പരിശീലനം ആരംഭിക്കുകയാണ്. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുണിന് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. ടീയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗൈൻ. അവൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു, കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. ഈ സ്മൈൽഡ് അറ്റ് ഹിസ് മദർ. അവൻ അമ്മയെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്. അമ്മ അവനെ വാരിപ്പുണർന്നു. എന്നിട്ട് പറഞ്ഞു, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു മകനാണ് നീ എന്നാണ് പറഞ്ഞത്. ഇനി നോക്കൂ, ഇവിടെ നമ്മുടെ
റൈസ് എന്ന് പറയുന്ന സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം മുതൽ ഇനി നമുക്ക് ലെറ്റ്സ് റീവിസിറ്റ് ദ റിഫ്ലക്ഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം, ഇഫ് ഗോഡ് അലോസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. 15th ക്വസ്റ്റ്യൻ, പ്ലീസ് ലിസൺ. യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. വാട്ട് ഡിഡ് രാം നാരായണൻ മീൻ ബൈ ദിസ്? ഇവിടെ രാംനാരായൺ പറയുന്നുണ്ട്, നീ ജയിച്ചിരിക്കുന്നു ഏറ്റവും കഠിനമായ മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആപ്തം, അതിൻ്റെ സാരം എന്താണ്? വളരെ സിമ്പിളാണ്. ഹി ഗോട്ട് അപ്പ് ആൻഡ് അഫ്രഷ് ഈച്ച് ടൈം. അതന്നെ, അവൻ ഓരോ സമയവും വീഴുമ്പോഴും അവിടെ നിന്ന് എണീറ്റ് ഓടാൻ കാണിക്കുന്ന ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം, അതിനെയാണ് ഇവിടെ രാംനാരായൺ അവൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാനും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്